പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഏറ്റവും നന്ദി പറയുന്നു. എൻ്റെ പേര് ടാനിയ, ഇത് ഹസ്ബൻഡ് സന്തോഷ്, മക്കൾ ജോനാഥൻ, ജോർദിൻ. ഞങ്ങൾ ചങ്ങനാശ്ശേരി തൃക്കുടുത്താനം ഇടവകയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ സെറ്റിൽഡ് ആയിരിക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് സാക്ഷ്യം പറയാനുള്ള എൻ്റെ മകൻ ജോനാഥനെ കുറിച്ചാണ്. കുഞ്ഞ് ജനിച്ചിട്ട് 2.5 വയസ്സായിട്ടും സംസാരിക്കാൻ വളരെ താമസമായിരുന്നു. 2.5 വയസ്സായിട്ടും ഒരു 7-8 വാക്ക് മാത്രമേ പറയാനുള്ളായിരുന്നു. പിന്നെ കുറച്ച് ഡിലേസും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു സമയമായിരുന്നത്. അപ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ധ്യാനം യൂട്യൂബിലൂടെ കേൾക്കുകയും ഉടമ്പടിയെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്തത്. അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ അനുവർത്തിച്ചു പോവുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ആ 1 മാസം കൊണ്ട് ഞങ്ങൾ 2 പേരും ദൃക്സാക്ഷികളാണ്. അവൻ ഒരു ഫുൾ സെൻറ്റൻസ് പറഞ്ഞു തുടങ്ങി. പിന്നെയും കുറച്ച് ഡിലേസ് ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു അശരീരി പോലെ 5 വയസ്സ് വരെ കുഞ്ഞിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, അത് കഴിഞ്ഞ് എല്ലാം മാറും എന്നൊരിത് കിട്ടി. അതുപോലെ തന്നെ കുഞ്ഞിന് 5 വയസ്സായപ്പം അവൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി. ഇപ്പോൾ ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് സെറ്റിലായിരിക്കുന്നത്. അപ്പോൾ അവൻ പ്രെപ്പിൽ പോവുകയും വളരെ നല്ല മാർക്കോടുകൂടി എല്ലാം പാസ്സാവുകയും ചെയ്തു. അടുത്തത് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ 2ാമത്തെ മകൻ ജോർദിനെ കുറിച്ചാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2ാമതൊരു കുഞ്ഞിനെ ആ സമയത്ത് നോക്കുക ഭയങ്കര ടെൻഷനായിരുന്നു. മൂത്ത കൊച്ചിന് കുറച്ച് ഡിലേ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾ വേണമെന്നും ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈശോയോട് പറഞ്ഞ് വചനം എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം, നിങ്ങൾ എൻ്റെ നാമത്തിൽ ശിശുക്കളെ സ്വീകരിക്കുകയും എന്നാണ്. അപ്പോൾ അത്രയും വചനം ഉണ്ടായിട്ടും അത് തന്നെ കിട്ടിയപ്പോൾ ഈശോ അത് കറക്റ്റ് എന്നോട് സംസാരിച്ചതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി. പക്ഷേ ഒരു 7-8 മാസമായിട്ടും പ്രഗ്നൻ്റ് ആവാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടപ്പോൾ അച്ഛൻ അയർലൻഡിലേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഓൾറെഡി 2 ദിവസം ധ്യാനത്തിൻ്റെ കഴിഞ്ഞു പോയായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ദിവസം ഉടമ്പടി ധ്യാനം അറ്റൻഡ് ചെയ്യുകയും അച്ഛൻ സൈത്ത് തന്ന് വയറിൽ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, അതൊരു ഓഗസ്റ്റ് അവസാനമായിരുന്നു. സെപ്റ്റംബർ കഴിഞ്ഞു ഒക്ടോബറിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി. അതുപോലെ തന്നെ ഇടയ്ക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കുഞ്ഞിന് വല്ല ഡിലേസും ഉണ്ടാവുമെന്ന്. അപ്പോൾ വചനത്തിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ സങ്കീർത്തനത്തിലെ വചനമാണ് കിട്ടിയത്, യേശുവേ അങ്ങയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ എനിക്ക് ലജ്ജിക്കുവാൻ ഇടയാവരുതേ എന്ന്. അപ്പോൾ ഓരോ സമയവും കർത്താവെ അവിടുത്തെ പറ്റിയുള്ള പ്രത്യാശയിൽ ലജ്ജിക്കാൻ ഇടയാവരുതേ എന്ന് പ്രാർത്ഥിച്ച് ഒരു കുഴപ്പമില്ലാതെ വളരെ അനുഗ്രഹത്തോടു കൂടി അടുത്തൊരു കുഞ്ഞിന് ജന്മം നൽകുവാനും അവനെ ദൈവം വളരെയേറെ അനുഗ്രഹിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കുഞ്ഞിന് 7-8 മാസം പ്രഗ്നൻ്റ് ആയപ്പോൾ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു 8 മാസമായപ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ ഭയങ്കരമായിട്ട് ഗ്യാസ് ട്രബിൾ വരികയും വയറ് ഭയങ്കര വേദന എടുക്കുകയും ചെയ്തു. ഒരു 1-2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഇഞ്ചക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഇനി 1 മാസം കൂടെ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് മാറ്റി തരുവാണെങ്കിൽ അവിടെ നിന്ന് സാക്ഷ്യം പറയാമെന്ന്. ആ ഒരു രാത്രിയോടുകൂടെ തന്നെ ആ വയറുവേദന പൂർണ്ണമായി മാറുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ കൺഫ്യൂഷനായിരുന്നു. കാരണം ഞങ്ങൾ അയർലൻഡിൽ അത്യാവശ്യം സെറ്റിൽഡ് ആയിരുന്നു. കാലാവസ്ഥ മാത്രമായിരുന്നു ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ബൈബിൾ എടുത്ത് ഒരു പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനം ഇസ്രായേൽ കാനാൻ ദേശത്ത് എത്തിച്ചേരുന്നതായിരുന്നു. അപ്പോൾ പൂർണ്ണമായി മനസ്സിലായി നമുക്ക് നല്ലൊരു ഇതാണ് ദൈവം കാണിച്ചു തരുന്നതെന്ന്. പിന്നെ ഞങ്ങൾക്കൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. ഞങ്ങൾ ഓസ്ട്രേലിയയിലെ പ്രോസസിംഗ് ഒക്കെ ദൈവം വളരെ വേഗം തന്നെ നടത്തി തന്നു. ഞാൻ 8-ാം മാസത്തിലാണ് ട്രാവൽ ചെയ്തെങ്കിലും ഒരു 22 hours ഉണ്ടായിരുന്നു യാത്ര തന്നെ. ഒരു ബുദ്ധിമുട്ടും കാലിന് ഒരു നീര് പോലും ഇല്ലാതെ ദൈവം അവിടെ എത്തിച്ചേരുകയും ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ സ്ഥലത്ത് തന്നെ ജോലി തരികയും എല്ലാ ക്രമീകരണങ്ങളും ദൈവം നടത്തി തരികയും ചെയ്തു. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഏറ്റവും നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ് ചെയ്തത്, ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ അനാഥാലയങ്ങളിൽ പോവുകയും അവർക്ക് വേണ്ട ഭക്ഷണത്തിനും കാര്യങ്ങൾക്കുള്ള പൈസ കൊടുക്കുകയും ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ അയർലൻഡിലായിരുന്നപ്പോൾ പരിശുദ്ധ സൺഡേ സ്കൂളിൽ ടീച്ചറായി പഠിപ്പിക്കുകയും പരിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യുകയും ബൈബിൾ വായനയും എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. ആത്മീയ ജീവിതത്തിൽ കൂടെ കിട്ടിയ ഒരു ബോധ്യം, നമ്മൾ വചനത്തിൽ പൂർണ്ണമായി ഒരു കളങ്കവും ഇല്ലാതെ വിശ്വസിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും സംഭവിക്കുമെന്നുള്ളതാണ്. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37:5 വചനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും സന്തോഷവും വേദനകളും തീരുമാനങ്ങളും ഭാവിയും എല്ലാം
ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവമെല്ലാം ഏറ്റെടുക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ദൈവത്തോട് ഭരമേൽപ്പിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയാണ് നാം കാണുന്നത്. അങ്ങനെ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാണ് ജീവിതത്തിൻ്റെ മുഴുവൻ വഴികളും പരിശുദ്ധ അമ്മ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, കണ്ണീരിലൂടെ, നിശബ്ദതയിലൂടെ പോലും ദൈവത്തെ പിടിച്ചു നിർത്താനുള്ള ഒരു വലിയ ഒരു വിശ്വാസമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ മക്കൾ പറഞ്ഞ സാക്ഷ്യത്തിൽ താനിയ വർഗീസ് എന്ന മകൾ പറഞ്ഞത്, മൂത്ത മകന് 2.5 വർഷത്തോളം നല്ലതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടായിരുന്നു. പിന്നീട് ഇവിടെ വന്ന് ലൈറ്റ് ഓഫ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു, പ്രാർത്ഥിച്ചു. 1 മാസത്തിനുള്ളിലാണ് ഈ മകന് സംസാരിക്കുവാൻ സാധിച്ചത്. പിന്നീട് ഒരു സ്വരം പോലെ അവർക്ക് മനസ്സിലായി 5 വയസ്സാകുമ്പോൾ മകൻ പൂർണ്ണമായിട്ട് നല്ലപോലെ സംസാരിക്കുമെന്ന്. ഇവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ലൈറ്റ് ക്യാൻഡിൽ പ്രാർത്ഥന റിക്വസ്റ്റ് ഇട്ടു. ഈശോയുടെ അമ്മയോടും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഈശോയെ ഭരമേൽപ്പിച്ചു. അതിനുശേഷമാണ് ഈ മകന് വളരെ ഒരു ഡെവലപ്മെൻറ്റ്, വളരെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയത്. പിന്നീട് പറഞ്ഞ 2ാമത്തെ മോനായിരുന്നു. അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. 2ാമത്തെ ഒരു മോന് വേണ്ടിയിട്ട് അയർലൻഡിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ചെന്നപ്പോൾ അച്ഛൻ സൈത്ത് കൊടുത്തു. ഓഗസ്റ്റിലാണ് പ്രാർത്ഥിച്ചത്. ഒക്ടോബറിൽ തന്നെ ഈ മകൾ കൺസീവായി. അതും പരിശുദ്ധമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ മക്കളെ കണക്കാക്കുന്നത്. പിന്നീടുണ്ടായിരുന്ന ഓസ്ട്രേലിയൻ മൈഗ്രേഷനായിരുന്നു. തൈലം തേച്ച് ഈ മകൾക്ക് അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുടുംബത്തോടെ ജീവിക്കുവാനും ഒരു നല്ല ജോലി ലഭിക്കുവാനും ഈശോ അനുഗ്രഹിച്ചു. പിന്നെ ഉണ്ടായിരുന്ന രോഗസൗഖ്യമാണ്. എല്ലാം ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ഈ മകൾക്കും അന്ന് അവിടെ നിന്ന് രോഗസൗഖ്യം ലഭിച്ചത്. പ്രേക്ഷിത പ്രവർത്തനവും ആത്മീയ ജീവിതവും നല്ല രീതിയിൽ തന്നെ കഴിയുന്നതിന് പരമാവധി കുട്ടികളുമായിട്ടാണെങ്കിലും ഇവർ ചെയ്യുവാൻ മുൻപോട്ട് പോകുവാനായിട്ട് ശ്രമിച്ചു. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുന്ന മക്കളുടെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് എല്ലാം ഭരമേൽപ്പിക്കുമ്പോൾ, ഈശോയോടെല്ലാം ഭരമേൽപ്പിക്കുമ്പോൾ ഈശോയും അമ്മയും എല്ലാം ചേർന്ന് നിന്ന് ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ സാക്ഷ്യം പറയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കുന്നത്. എല്ലാം ദൈവം നോക്കിക്കൊള്ളും. വിശ്വാസത്തോടെ നമ്മൾക്ക് കാത്തിരുന്നാൽ മാത്രം മതി. ദൈവം തക്ക സമയത്ത് നമ്മുടെ കാര്യങ്ങളിലും ഉള്ള ഇടപാട് എല്ലാം നോക്കിക്കൊള്ളും. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം കർത്താവിനെ ഭരമേൽപ്പിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമുക്ക് മനസ്സിലാക്കാത്ത പല വഴികളിലും നടക്കുമ്പോഴും ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് സത്യസന്ധതയോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. താനിയേക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.